ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. എന്റെ കൂടെ സംസു ആണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സംസു ഉഷാറല്ലേ? അടിപൊളി. അപ്പൊ നമ്മള് 5 വർഷം, അതായത് റിയലി ഹാപ്പി പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 വർഷമായി, 1.5 പതിറ്റാണ്ടായി. പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളും മെഡിറ്റേഷനും അതുപോലെ റിച്ച് വൈബ് ക്ലബ്ബും എല്ലാം തുടങ്ങിയിട്ട് ഒരു 5 വർഷം. അതിന്റെ വാർഷികമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത്. ഏകദേശം കഴിഞ്ഞ വാർഷികം ഇതേപോലെ ഒരു ഏപ്രിൽ മാസത്തിലാണ്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 12 13 എങ്ങാനുമാണ് കഴിഞ്ഞ വർഷം ഹാപ്പി പാർക്കിന്റെ വാർഷികം നടന്നത്. ഈ വർഷം ഏപ്രിൽ തന്നെയാണ് വാർഷികം നടക്കുന്നത്. കഴിഞ്ഞ വാർഷികത്തിന് ശേഷം ഈ ഒരു ദിവസം വരെ ഏകദേശം 3000-ഓളം ആളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. 3000-ഓളം ആളുകൾ ലൈവ് പ്രോഗ്രാമിൽ കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടത്തിയ പ്രോഗ്രാമുകളിൽ ഉദ്ദേശം 3000-ലധികം ആളുകൾ പങ്കെടുത്തു. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ജെനുവിനിറ്റിയും മനുഷ്യർ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യവുമാണ്. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ ഇത്രയും ആളുകൾ പങ്കെടുക്കുക, ഇപ്പൊ ഇന്ന് തന്നെ സംസുന് കാണാൻ പറ്റും കോഴിക്കോട് ജനനിബിഡമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പ്രോഗ്രാംസിൽ വന്നില്ലേ? എത്ര പ്രോഗ്രാംസിൽ വന്നു നിങ്ങൾ? ഈ വർഷം തന്നെ വന്നില്ലേ? 2025 26 കോഴിക്കോട് തന്നെ വന്നു. അപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി പ്രോഗ്രാംസുകൾ വേറെ സ്ഥലങ്ങളിലും നടന്നു. അപ്പൊ ഓരോ പ്രോഗ്രാംസിലും നിങ്ങൾ കാണുന്നത് ജനനിബിഡമാണ്. സ്വർണ്ണോ സാധാരണക്കാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എംപ്ലോയീസ്, പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള ആളുകൾ. അത് പ്രധാനമായും ഇതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഹാപ്പി പാർക്ക് ഒരു സൈലന്റ് വിപ്ലവമായിട്ട് മാറാനുള്ള പ്രധാനമായ കാരണം ഇതിന്റെ ജെനുവിനിറ്റിയാണ്. അതായത് നമ്മൾ ഒരിക്കലും ഈ മനസ്സിനെ ശരിപ്പെടുത്തണം, മനസ്സിനെ ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മനസ്സിനെ താൽക്കാലികമായ ഒരു ആശ്വാസം നൽകി സുഖപ്പെടുത്തിപ്പെടുന്ന ഒരു പ്രോഗ്രാമുകളല്ല ഹാപ്പി പാർക്കിൽ. കാരണം മനസ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സില്ല. ജനിക്കുമ്പോൾ നമുക്ക് മനസ്സില്ല. നമുക്ക് നമ്മുടെ സമൂഹവും കുടുംബവും നമ്മുടെ സൊസൈറ്റിയും മതവും അതുപോലെ തന്നെ നമ്മുടെ സർക്കംസ്റ്റാൻസുകളും എല്ലാം ഫിറ്റ് ചെയ്തു തന്ന ഒരു മനസ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു കഥയിൽ നിന്നും അടുത്ത കഥയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റിയലി ഹാപ്പി പാർക്കിന്റെ ട്രഷർ പോലുള്ള അതിശക്തമായ ഇന്ത്യയിൽ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കാത്ത ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആളുകൾ മനസ്സിനെ അതിജയിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിനെ അതിജയിക്കുമ്പോൾ ഒരു മനുഷ്യന് സത്യം മനസ്സിലാവും. അപ്പോൾ മനുഷ്യന് ഭൗതിക